കാലുകൾ കൊണ്ട് ഗിറ്റാർ മീട്ടി ഗാനമാലപിക്കുന്ന കത്തോലിക്ക ഗായകൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. ജന്മന ഇരു കൈകളുമില്ലാത്ത ടോണിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ഒരു ചുംബനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിനമായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പങ്കുവച്ചത്. അന്ന് 25 ടോണിയുടെ പ്രായം. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ ടോണി കാലുകൾ കൊണ്ട് ഗിറ്റാർ വായിച്ച അതിമനോഹരമായ ഒരു ക്രിസ്ത്യൻ ഗാനം അന്നേ ദിനം ആലപിച്ചു. Al recordar su experiencia de tocar frente al Papa Juan Pablo II en 1987, Tony Meléndez describe que este evento marcó un punto de inflexión en su vida. ഗാനം അവസാനിച്ചപ്പോഴാണ് വേദിയിലുണ്ടായിരുന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പ ടോണിയെ ലക്ഷ്യം വെച്ച് നീങ്ങിയത്. ഈ സമയം കാണികൾ വലിയ രീതിയിൽ കരഘോഷം മുഴക്കിയിരുന്നു. ഒടുവിൽ പാപ്പ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ കവിളിൽ ചുംബിച്ചു. പാപ്പായുടെ ഈ നീക്കം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഈ സമയങ്ങളിൽ കാണികളുടെ കയ്യടി മുമ്പത്തതിനേക്കാൾ ഇരട്ടിയാവുകയും ചെയ്തു. ഇതിന് തൊട്ടടുത്ത നിമിഷം ആനന്ദത്താൽ ടോണിയുടെ കണ്ണുകൾ നിറഞ്ഞു. അതിനുശേഷം പാപ്പ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ടോണി, നിങ്ങൾ ധീരനായ ഒരു യുവാവാണ്. നിങ്ങൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ്. ഈ പ്രത്യാശ തുടർന്നും അനേകർക്ക് നൽകണം. ആ സംഭവത്തിന് തൊട്ട് മുമ്പ് വരെ അത്ര പ്രശസ്തനല്ലായിരുന്ന ടോണിയെ ആ സംഭവം പ്രശസ്തനാക്കി. അതിനുശേഷം നിരവധി വേദികളിൽ പാടാൻ ആളുകൾ തന്നെ വിളിച്ചതായും ഒരു പ്രശസ്ത ചിലിയൻ പരിപാടിയുടെ ഭാഗമായ സംഭവത്തെക്കുറിച്ചും ടോണി ഓർത്തെടുത്തു. പിന്നീട് 6 തവണ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ നേരിട്ട് സന്ദർശിക്കാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിനുണ്ടായി. അമേരിക്കയിൽ മാത്രമല്ല 45 രാജ്യങ്ങളിലും ടോണി ഗാനങ്ങൾ ആലപിച്ചു. കൈകൾ തന്നില്ലെങ്കിലും അതിമനോഹരമായി ദൈവത്തെ പാടി ആരാധിക്കാനുള്ള ഒരു ശബ്ദം ദൈവം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുകയാണ് ടോണി. ചെറിയ കുറവുകളിൽ വേദനിക്കുന്ന നമ്മൾ ഇരു കൈകളില്ലാതിരുന്ന അവസരത്തിലും ദൈവം തന്ന കഴിവ് കണ്ടെത്തി അതിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് തന്നെയല്ലേ വലിയ സന്ദേശം.